സുഹൃത്തുക്കളെ, ഓടശ്ശേരി വീട്, എറണാകുളം ജില്ല. കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വല്ല മമ്മദോ യൂസഫോ നാരായണനോ മാധവനോ ജോസഫോ മത്തായിയോ ഒക്കെ ആയിരിക്കുമെന്ന്. പക്ഷെ അല്ല, ബംഗ്ലാദേശികളാണ്. കേരളത്തിൽ സ്വന്തം സ്ഥലം വാങ്ങി ബംഗ്ലാദേശി ദമ്പതികൾ. വ്യാജരേഖകളുണ്ട്. എറണാകുളത്താണ് സംഭവം. വീട്ടുപേര് ഓടശ്ശേരി എന്നാണ് വാർത്ത. അപ്പോൾ ഇതിന് പിറകില് ആരൊക്കെയോ സഹായിക്കാനുണ്ട്. അല്ലാണ്ട് കേരളത്തിലെ സ്ഥലം വാങ്ങി വീട് വെക്കാൻ കേരളത്തിലുള്ള പ്രദേശത്തുള്ളവര് ഉദ്യോഗസ്ഥരെ സഹായിക്കാതെ നടക്കില്ലല്ലോ. അപ്പോൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത ഒരു റാക്കറ്റ് ഇതിന് പുറകിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. മറ്റു പല സംഭവങ്ങളെയും ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കുമ്പോൾ, കേരളത്തിലെ മറ്റു പലരെയും അറസ്റ്റ് ചെയ്തുമൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇതിന്, ഈ ഒരു റാക്കറ്റിന് ഏറ്റവും വലിയ സാധ്യത കൂടുതലാണ്. അപ്പോൾ 2021 ഒരു നമ്മളെ കേരളം സുപ്രീം കോടതിയിൽ കൊടുത്തൊരു റിപ്പോർട്ട് ഞാൻ പറയാം. അതിങ്ങനെയാണ്: 12 റോഹിംഗ്യ മുസ്ലിംസാണ് കേരളത്തിലുള്ളത്. അത് വയനാട്ടിലെ ഇവിടെ മുട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മുട്ടിലാണ് യത്തീംഖാനയും മറ്റുള്ളത്. അവിടെ 12 റോഹിംഗ്യ മുസ്ലിംസ് ഉണ്ട്. അവർക്ക് അഭയാർത്ഥി രജിസ്ട്രേഷൻ ഉള്ളതാണ്. രജിസ്ട്രേഷൻ ഇപ്പം മുടങ്ങിപ്പോയിട്ടുണ്ട്. അവർക്ക് പൈസയില്ല ചെന്നൈയിൽ പോയി രജിസ്ട്രേഷൻ പുതുക്കാൻ എന്നൊക്കെയാണ് അന്ന് സർക്കാർ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ രജിസ്ട്രേഷൻ പുതുക്കിയോ അതോ അവരും ഇതേപോലെ വീട് സ്ഥലമൊക്കെ എടുത്ത് വയനാട്ടിൽ താമസിക്കുന്നുണ്ടോ എന്നൊന്നും അറിഞ്ഞുകൂടാ. അന്ന് റിപ്പോർട്ട് കൊടുത്ത പ്രകാരം 214 പാകിസ്ഥാൻ പൗരന്മാരും കേരളത്തിലുണ്ട്. ഇനി ആ പൗരന്മാരും തിരിച്ചയച്ചോ ഇനിയിപ്പോൾ കേരളത്തിൽ തന്നെ താമസിക്കുന്നുണ്ടോ എന്നൊന്നും അറിഞ്ഞുകൂടാ. പിന്നീട് റിപ്പോർട്ടുകളൊന്നും കണ്ടിട്ടില്ല. എന്തായാലും ഇതൊക്കെയാണ് കേരളത്തിലെ സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാൻ ചെയ്ത് ചില പ്രദേശങ്ങളിലെ ആധിപത്യമോ കോളനിയോ താമസമോ ഒക്കെ സംഘടിപ്പിക്കുന്നവരും സംഘടിപ്പിച്ചു കൊടുക്കുന്നവരും ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉള്ളവരും ഒക്കെ കേൾക്കാൻ വേണ്ടി അവരുടെ തലയിലേക്ക് തീക്കോരിയിടുന്ന ഒരു വാർത്ത ഞാനിപ്പോൾ വായിക്കാം. ബംഗ്ലാദേശി റോഹിംഗ്യ നുഴഞ്ഞുകയറ്റക്കാരുടെ കടകളും വീടുകളും മസ്ജിദുകളും പൊളിച്ചു. ഫട്നാവിസ് സർക്കാർ ഒഴിപ്പിച്ചെടുത്തത് 900 ഏക്കർ. മുംബൈ, പൂനെയിൽ ബംഗ്ലാദേശി റോഹിംഗ്യ നുഴഞ്ഞുകയറ്റക്കാരുടെ കടകളും വീടുകളും അനധികൃത മദ്രസകളും പൊളിച്ചു നീക്കി മഹാരാഷ്ട്ര സർക്കാർ. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബുൾഡോസർ നടപടിയിൽ സർക്കാർ തിരികെ പിടിച്ചത് 900 ഏക്കർ ഭൂമിയാണ്. പൂനെയിലെ പിംപ്രി ചിഞ്ചുവാഡ് പ്രദേശത്താണ് ഒഴിപ്പിക്കൽ നടന്നത്. 5000 അനധികൃത മസറുകൾ, സ്ക്രാപ്പ് കടകൾ, 27 അനധികൃത മസ്ജിദുകൾ, ഫാക്ടറികൾ എന്നിവ പൊളിച്ചുമാറ്റി. ബുൾഡോസർ നടപടി നിർത്തലാക്കാൻ ഹൈക്കോടതിയിൽ 30 ഹർജികൾ സമർപ്പിച്ചെങ്കിലും അവയെല്ലാം തള്ളിയിരുന്നു. ഈ ബുൾഡോസർ നടപടി വരുമ്പോൾ നാം കണ്ടിട്ടുണ്ട്, ഈ ഏർബൻ നക്സലുകളൊക്കെ അതിൻ്റെ മുമ്പ് കയറി നിന്ന് അത് മുടക്കുന്നതൊക്കെ നാം കണ്ടിട്ടുണ്ട്. കാരണം അവർ ടുക്കട ഗ്യാങ്ങിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് അവർക്ക് ഈ നുഴഞ്ഞുകയറ്റക്കാരെ അനധികൃതമായിട്ട് താമസിക്കുന്നവരൊക്കെ ഇവിടെ താമസിപ്പിച്ച് കലാപങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ മാത്രമേ ഉദ്ദേശങ്ങൾ നടക്കുള്ളൂ. ടുക്കട എന്നുള്ള ആ ഒരു ഉദ്ദേശം നടക്കുകയുള്ളൂ. അപ്പോൾ അവർ കയറി മുടക്കുകയും ഇങ്ങനെ പരാതി കൊടുക്കുകയും ഹർജി കൊടുക്കുകയും ഒക്കെ ചെയ്യും. എന്തായാലും 30 ഹർജികളും തള്ളി. അപ്പോൾ ഉയർന്ന പോലീസുകാരുടെ സാന്നിധ്യത്തിലാണ് ഇത് ഒഴിപ്പിക്കലും അടിച്ചുപൊളിക്കലും ഒക്കെ നടന്നത്. അതിൽ 600 പോലീസ് ഉദ്യോഗസ്ഥരും 150 മഹാരാഷ്ട്ര സുരക്ഷാ സേനാംഗങ്ങളും നിരവധി ജീവനക്കാരും ഓപ്പറേഷനിൽ പങ്കെടുത്തു. 16 എക്സ്കവേറ്ററുകൾ, 8 JCBകൾ, 1 ക്രെയിൻ, 4 കട്ടറുകൾ എന്നിവയുൾപ്പെടെ കനത്ത യന്ത്രസാമഗ്രികളും എത്തിച്ചിരുന്നു. അങ്ങനെ അടിച്ചു പൊളിച്ച് ആ സ്ഥലം ക്ലീൻ ആക്കിക്കൊണ്ടാണ് ഒരു ദേശീയ സർക്കാർ അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിരിക്കുന്നത്. ഇനി ഒരു 5 വർഷം മുമ്പ് മമത സർക്കാർ എന്താ ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കാം. 5 വർഷം മുമ്പ് അന്ന് മമത ക്യാബിനറ്റ് യോഗത്തിന് പിന്നാലെ വിശദീകരിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, സംസ്ഥാന സർക്കാർ ഭൂമിയിലുള്ള 94 കോളനികൾ നിയമവിധേയമാക്കിയിരുന്നു എന്ന് മമത അന്ന് വിശദീകരിച്ചു. എന്നാൽ കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലും സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലും നിരവധി അനധികൃത കുടിയേറ്റക്കാരുടെ കോളനികളുണ്ട്. അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നത് അനുവദിക്കാനാവില്ല. അവരുടെ മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കുന്നത്, ഈ മനുഷ്യാവകാശത്തിൻ്റെയും മാനവികതയുടെയും പേരിൽ നമ്മൾ എന്തൊക്കെ സഹിക്കണം? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. സോഷ്യൽ മീഡിയയിലൊക്കെ പൊതുവായിട്ട് ചോദ്യം ചോദിക്കുന്ന കണ്ടിട്ടുണ്ട്, അതിനാരും മറുപടി കൊടുത്ത് കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങൾ ഈ ഇസ്ലാമിക കുടിയേറ്റക്കാരെ, അഭയാർത്ഥികളെ സ്വീകരിക്കാത്തത്? ഇതെന്തുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങളുടെ മാത്രം ബാധ്യതയായി തീരുന്നത്? ഇതിനൊരു മറുപടി ആരെങ്കിലും ഒന്ന് തരണം. അപ്പോൾ അവരുടെ മനുഷ്യാവകാശം പറഞ്ഞുകൊണ്ടാണ് ഇതുപോലെ വീട് വെച്ച് കൊടുക്കുക, എന്നിട്ട് ഇവിടെ
എല്ലാ സംഗതികളും ചെയ്തു കൊടുത്ത് ഈ പറഞ്ഞതുപോലെ അവർക്ക് പെരുകാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഇവർക്ക് ഉടമസ്ഥാവകാശം നൽകാൻ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ഏറെ കാലമായി ആവശ്യപ്പെടുന്നുണ്ട്. മമതാ സർക്കാർ കേന്ദ്രത്തോട് പറയുന്നുണ്ട്. പക്ഷെ കേന്ദ്രം എന്താ ചെയ്യുന്നതെന്നറിയോ? ഒഴിപ്പിക്കൽ നോട്ടീസ് നൽകുകയാണ് ചെയ്യുന്നതെന്ന് മമത കൂട്ടിച്ചേർത്തു. അപ്പോൾ കേന്ദ്രം ചെയ്യുന്നത് ഒരു ദേശീയ സർക്കാർ, നമ്മുടെ അതിർത്തികൾ കാക്കേണ്ട ഒരു സർക്കാർ ചെയ്യേണ്ടത് തന്നെയാണ് കേന്ദ്രം ചെയ്യുന്നത്. അത് തന്നെയാണ് ഇപ്പൊ ട്രംപ് അമേരിക്കയിൽ ചെയ്തപ്പോൾ ഇവിടെ കേരളത്തിൽ നിലവിളി ഉണ്ടായത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇതാണ്, ഇവിടെ നിന്നുള്ള ഒഴിപ്പിക്കൽ നടക്കരുത്, ഇന്ത്യയിൽ നിന്നുള്ള ഒഴിപ്പിക്കൽ നടക്കരുത്. അപ്പോൾ 94 കോളനികൾ പതിച്ചു കൊടുത്തു എന്ന് വെച്ചാൽ എത്ര ഹെക്ടർ സ്ഥലം ഉണ്ടെന്നോ എത്ര പ്രദേശം ഉണ്ടെന്നോ ഒന്നും നമുക്കറിഞ്ഞൂടാ. അത് മുഴുവനും മമതയുടെ വോട്ട് ബാങ്കാണ്. ആ ജനതതി പെരുകി വേണം മമതയ്ക്ക് വീണ്ടും വീണ്ടും വോട്ട് കിട്ടാൻ. അപ്പോൾ ഒരു ദേശീയവാദി ജനതയുടെ വോട്ടല്ല കിട്ടുന്നത്. ഇതുപോലെ ഇങ്ങനെ കുടിയേറ്റക്കാരുടെയും നുഴഞ്ഞുകയറ്റക്കാരുടെയും ഒക്കെ വോട്ട് കിട്ടാൻ വേണ്ടി ആണ് മമത ഇതൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനോട് ബന്ധപ്പെടുത്തി കാണേണ്ട മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ പശ്ചിമ ബംഗാളിനെ കേന്ദ്രീകരിച്ച് ഈ സിലിഗുരി എന്ന് പറയുന്ന ഈ ഒരു കോറിഡോറിനെ കേന്ദ്രീകരിച്ച് ഒരു പ്രത്യേക മതരാജ്യം ഉണ്ടാക്കാൻ വേണ്ടി ചില ബംഗ്ലാദേശി ഭീകര സംഘടനകളൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ആ സംഘടനയുടെ പേരെന്ന് വെച്ചാൽ അൻസാറുള്ള ബംഗ്ലാ ടീം എന്നാ. അപ്പൊ കേരളത്തിൽ നിന്ന് അതിന്റെ ഒരു ഭീകരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അസം ടീം വന്നിട്ട്, അസം പോലീസ് ടീമിലെ ഓപ്പറേഷൻ പ്രഗത്ത് എന്ന് പറയുന്ന ആ ടീമിലെ പോലീസുകാർ വന്നിട്ട് ഇവിടെ ഈ കാസർഗോഡ് പടന്നയിൽ നിന്ന് MP ഷാദ് ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു ഭീകരനെ അറസ്റ്റ് ചെയ്തത് ഇപ്പൊ കുറച്ചു മുമ്പാണ്. ഈ ഷാദ് ഷെയ്ഖിന് അവിടെ ബാങ്കിൽ അക്കൗണ്ട് വരെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള സഹായം എന്നുള്ള ഇത് ശ്രദ്ധിക്കണം. നമ്മൾ കേരളത്തിൽ ഭയങ്കരമായ സഹായിക്കുന്ന ജനങ്ങളാണ്, പ്രബുദ്ധ ജനങ്ങളാണ്. അപ്പോൾ അവർ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ടുണ്ട് ഈ ഭീകരനായ ഷാദ് ഷെയ്ഖ്. ഈ ഷാദ് ഷെയ്ഖിനെ പറഞ്ഞയച്ചിരിക്കുന്നത് ഈ അൻസാറുള്ള ബംഗ്ലാ ടീമിന്റെ കമാൻഡറായിട്ടുള്ള ഫർഹാൻ ഇസ്ഹാഖാണ് അവിടുന്ന് നിർദ്ദേശം കൊടുത്ത് പറഞ്ഞയച്ചിരിക്കുന്നത്. നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യേക മതരാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും വഹിച്ചുകൊണ്ടാണ് ഈ ഷാദ് ഷെയ്ഖ് കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ UAPA ചുമത്തിയത് മറ്റു സംസ്ഥാനങ്ങളിൽ ഇതേ കാര്യങ്ങൾ ഭീകരപ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ UAPA ചുമത്തിയപ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ടാണ് കേരളത്തിൽ ജീവിക്കുന്നത്. ഇങ്ങനെ ഒരു നിർമ്മാണ തൊഴിലാളിയോ പെയിന്ററോ ഒക്കെ ആയിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ ഇതിനുള്ള സഹായമൊക്കെ കേരളത്തിൽ നിന്ന് കിട്ടുന്നുമുണ്ട്. ഈ ഒരു ടീം ഇങ്ങനെ സ്ലീപ്പർ സെല്ലുകൾ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഭീകരന്മാരിങ്ങനെ വന്ന് ആളറിയാതെ താമസിക്കും. മറ്റുള്ളവർ കുടിയേറ്റക്കാര്, നുഴഞ്ഞുകയറ്റക്കാര്, അഭയാർത്ഥികൾ, പാവത്തുങ്ങൾ പണിയെടുക്കാനൊക്കെ വന്ന് ഇങ്ങനെ വീട് സ്ഥലമൊക്കെ എടുത്ത് ഇങ്ങനെ ജീവിക്കും. അപ്പോൾ ഒരു പ്രത്യേക ടൈം വരുമ്പോൾ എല്ലാവരും കൂടെ റിലീഫ് ഗലീഫ് ചലീഫ് എന്ന് പറയും. ഇതാണ് സിറ്റുവേഷൻ. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ദേശീയവാദികളോട് ഈ കാര്യങ്ങളൊക്കെയും സംവദിക്കുന്നത്. രാഷ്ട്രായ സ്വാഹ ഇദം നം.